മോഹനേട്ടൻ ഇതെവിടെ പോയി? ഹായ്. എന്തൊന്ന് ഹായ്? എടോ തനിക്ക് പണിക്കൊന്ന് പോണ്ടേ? ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. താനും ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, തനിക്ക് പണിക്കൊന്നും പോണ്ടേ? അതെ, മോൻ ജനിച്ച പോലെ ബിസിനസ് ടൈക്കൂൺ മായാവതിയുടെയും കിഷോർ കുമാറിന്റെയും മകളായിട്ടല്ല ഞാൻ ജനിച്ചത്. ഞാനേ പാവം സരസ്വതിയമ്മയുടെയും ശിവദാസിന്റെയും മകളായിട്ടാ ജനിച്ചത്. അതുകൊണ്ട് ജോലി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. താനെന്താ പഠിച്ചത്? അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് തനിക്ക് എന്ത് വേണം? താനൊന്ന് പോയേ. അല്ല, എന്നെ കൊണ്ടെന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുക ചെയ്യാലോ. മോന്റെ അമ്മ എന്നെയും എന്റെ ചേച്ചിനെ ഇഷ്ടം പോലെ സഹായിക്കുന്നുണ്ട്, അത് മതി. പിന്നെ എന്റെ പേര് മോഹൻ നല്ല അർജുന, അങ്ങനെ വിളിച്ചാ മതി. ഇത് വലിയ ശല്യായിട്ടുണ്ടല്ലോ. എന്താടി? ഒന്നുമില്ല ചേച്ചി. നവാ ചേച്ചി, ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ദേഷ്യോ? എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യമില്ല. അല്ല, ചേച്ചി ഇതുവരെ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ എന്നെ കാണുമ്പോൾ ചേച്ചി മിണ്ടാണ്ട് പോവാ, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല, അർജുന് വെറുതെ തോന്നിയായിരിക്കും. അല്ല, ഞാൻ വിചാരിച്ചു അമ്മ ചേച്ചിയോട് ചെയ്യുന്നതൊക്കെ കാരണം എന്നോടും ചേച്ചിക്ക് ദേഷ്യമായിരിക്കുന്നു. അപ്പൊ അറിയാം അമ്മ ചെയ്യുന്നത് അത്ര നല്ലതല്ലാന്ന്. കുറച്ച് വെളിവുള്ള കൂട്ടത്തിലാണല്ലേ? സന്തോഷം. തന്റെ അമ്മയെ ഞാൻ ശരിയാക്കുന്നുണ്ട്. നീ വന്നേടി. അർജുൻ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും. ശരി ചേച്ചി. വാ. മോനെ അർജുന, അവരെന്താടാ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയെ? ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് കാഷ്വൽ ടോക്ക് ചെയ്തതാ. എന്റെ പൊന്നു മോനെ, നിന്റെ നല്ലതിന് വേണ്ടി പറയാ. അവരെ പലതും പറഞ്ഞ് അടുക്കാൻ വരും. അടുപ്പിക്കരുത്. അടുപ്പിച്ച് കഴിഞ്ഞ ഉടുമ്പ് പിടിച്ച പോലെയാ, ഇടിവിടില്ല. അല്ല, നീ വേണേ മോഹനേട്ടനോട് ചോദിച്ചാ മതി. കാര്യങ്ങളൊക്കെ ഏട്ടൻ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നീ സൂക്ഷിച്ച കേട്ടാ? ശരി ചേച്ചി. അമ്പിളിച്ചേട്ടാ, നിങ്ങൾക്ക് ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ? വേണ്ടത് വേണി, ഞാൻ വന്ന് അതിന്റെ പേരിൽ അടുത്ത പ്രശ്നവും. ചേച്ചിക്ക് തീരെ വയ്യ, അതുകൊണ്ടാ വിളിക്കുന്നേ. സ്വന്തം കൂട്ടുകാരിക്ക് സുഖമില്ലെങ്കിൽ ഇവിടം വരെ ഒന്ന് വരാൻ പറ്റില്ല അല്ലേ? അവനിക്ക് എന്ത് പറ്റി? അതിപ്പോ അറിയണ്ട, തീരെ വയ്യാത്തോണ്ടാ വിളിച്ചേ. ശരി, വച്ചോ. എടി, എന്താടി, ആർക്കും വയ്യാത്ത കാര്യം നീ പറയുന്ന കേട്ടത്? ചേച്ചി കേട്ടായിരുന്നോ? ക്ലിയർ ആയിട്ട് കേട്ടില്ല, അതാ ചോദിച്ചത്. ആർക്കാ വയ്യാത്തത്? ആ, അതെന്റെ ഒരു ഫ്രണ്ടിനാ. അവൾക്ക് തീരെ സുഖമില്ല. മോഹനേട്ടാ, ഒരു മിനിറ്റ്. ഞാൻ ചേട്ടനെ കാണാൻ മോളുടെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? സത്യം പറ ചേട്ടാ, ചേട്ടനല്ലേ ചേച്ചിയുടെ ഓഫീസിൽ പോയി അനാവശ്യം പറഞ്ഞവരെ തല്ലിയത്? പിന്നെ എനിക്കതല്ല പണി. ചേച്ചി, എനിക്ക് ഉറപ്പാ ചേട്ടൻ അയാളെ തല്ലിയത്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരുടെയും മുമ്പില് ഭാര്യ ഇഷ്ടമല്ലാന്ന് അഭിനയിക്കുന്ന ഭർത്താവ്, എന്നിട്ട് ഭാര്യ രഹസ്യമായി സഹായിക്കുന്നു. എന്നിട്ട് ഭാര്യയുടെ പ്രശ്നങ്ങൾ ഭാര്യ പോലും അറിയാണ്ട് സോൾവ് ആക്കും. ഇതിലൊരു സാധ്യതയില്ലേ? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രാത്രിയിൽ കുത്തിയിരുന്ന് OTT-യിലുള്ള സിനിമകൾ മുഴുവൻ കണ്ട് അതിന്റെ കഥയും പറഞ്ഞോണ്ട് നടക്കരുതെന്ന്. സിനിമാ കഥയോ? ഒന്ന് പോ ചേച്ചി. മോനേട്ടൻ പറ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? സിനിമയിലാണെങ്കിൽ പോലും മോഹനെ ആവണയെ സഹായിക്കില്ല. ഒന്ന് നിന്നേ, അങ്ങനെയൊക്കെ പോയാലോ? അതെന്താ നിങ്ങൾക്ക് സഹായിച്ചാല്? സ്വന്തമായിട്ടിരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അത് വിളിച്ചു പറയും. ഇതല്ലേ നിങ്ങളുടെ പണി? ഇന്ന് ചിരിച്ചു കാണിക്കും, നാളെ പുറകിന്ന് കുത്തും. ഇന്ന് പുറകിന്ന് കുത്തിയാ നാളെ മുന്നിൽ വന്ന് ചിരിച്ചു കാണിക്കും. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കണ്ട, അതാ നല്ലത്. ചേച്ചി, എനിക്കൊരു സംശയം. മോനേട്ടാ, ഏട്ടനും കേൾക്കണേ. ചേച്ചിയെ സഹായിക്കുന്ന ആളെ എനിക്കും ചേച്ചിക്കും അറിയില്ല. മോഹനേട്ടൻ പറയുന്നു മോഹനേട്ടനും അറിയില്ല. ചേച്ചി ഉപദ്രവിക്കുന്ന എല്ലാരെയും ഈ അജ്ഞാതൻ അടിക്കുന്നുണ്ട്. അപ്പൊ മോഹനേട്ടനും അയാളുടെ കയ്യിൽ നിന്ന് അടിയിട്ടില്ലേ? കിട്ടും. എന്റെ ഒരു കണക്കൂട്ടില് ശരിയാണെങ്കിൽ അടുത്ത പണി കിട്ടാൻ പോകുന്നത് ചേട്ടനായിരിക്കും.
സൂക്ഷിച്ചോ. Rega, rega, maga, 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 rega.